ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങളിലൊന്ന് നടപ്പിലാക്കിക്കൊണ്ട് യുണൈറ്റഡ് കിങ്ഡം തങ്ങളുടെ പുതിയ യാത്രാ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തി. ഫെബ്രുവരി 25 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇലക്ട്രോണിക് ട്രാവൽ ഓഥറൈസേഷൻ സംവിധാനം യുകെയിലേക്കുള്ള സന്ദർശകരുടെ വരവ് പൂർണ്ണമായും ഡിജിറ്റൽ നിരീക്ഷണത്തിന് കീഴിലാക്കും. അമേരിക്ക, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള 85 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ഇനി മുതൽ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ യുകെയിൽ പ്രവേശിക്കാനാവില്ല. യുകെയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ അനുവാദമുണ്ടായിരുന്ന വിദേശ പൗരന്മാർക്ക് യാത്രയ്ക്ക് മുന്നോടിയായി ലഭിക്കേണ്ട ഡിജിറ്റൽ അനുമതിയാണ് ഇലക്ട്രോണിക് ട്രാവൽ ഓഥറൈസേഷൻ. ടൂറിസം, ബിസിനസ് മീറ്റുകൾ, 6 മാസത്തിൽ താഴെയുള്ള ഹ്രസ്വകാല പഠനം എന്നിവയ്ക്കായി വരുന്നവർക്ക് ഇത് നിർബന്ധമാണ്. ഒരിക്കൽ ലഭിച്ചാൽ 2 വർഷത്തേക്ക് അല്ലെങ്കിൽ പാസ്പോർട്ട് കാലാവധി തീരുന്നതുവരെ ഇലക്ട്രോണിക് ട്രാവൽ ഓഥറൈസേഷന് സാധുതയുണ്ടാകും. ഈ കാലയളവിനുള്ളിൽ യാത്രക്കാർക്ക് എത്ര തവണ വേണമെങ്കിലും യുകെയിലേക്ക് വരാനും പോകാനും സാധിക്കും. ഇലക്ട്രോണിക് ട്രാവൽ ഓഥറൈസേഷന്റെ അപേക്ഷാ ഫീസ് 16 പൗണ്ട്, ഏകദേശം 1700 രൂപയാണ്. ഭാവിയിൽ ഇത് 20 പൗണ്ടായി ഉയർത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. യാത്രക്കാർക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും പ്രത്യേകം ആപ്പുകൾ ലഭ്യമാണ്. അപേക്ഷകൻ തന്റെ പാസ്പോർട്ട് വിവരങ്ങൾ സ്കാൻ ചെയ്യുകയും ആപ്പിലൂടെ തന്നെ തത്സമയ ഫോട്ടോ എടുത്ത് നൽകുകയും വേണം. പുതിയ പരിഷ്കാരം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് യുകെ പൗരത്വവും ഒപ്പം മറ്റൊരു രാജ്യത്തിന്റെ പാസ്പോർട്ടും കൈവശമുള്ള ഇരട്ട പൗരന്മാരെയാണ്. ഇവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാൻ കഴിയില്ല. ഇവർക്ക് യുകെയിലേക്ക് തിരികെ വരണമെങ്കിൽ ഒന്നുകിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടോ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് അബോർഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റോ കൈവശമുണ്ടാകണം. അതേസമയം ബ്രിട്ടീഷ് പാസ്പോർട്ടിന് ഏകദേശം 100 പൗണ്ടും റൈറ്റ് ഓഫ് അബോർഡ് സർട്ടിഫിക്കറ്റിന് 589 പൗണ്ട്, ഏകദേശം 62,000 രൂപയും ചിലവാകുന്നു എന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി യുകെയിൽ താമസിക്കുന്നവർക്ക് പോലും ഈ തുക താങ്ങാവുന്നതിലും അധികമാണ്. ബ്രിട്ടീഷ്, ഐറിഷ് പൗരന്മാർക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് സാധാരണ പോലെ യാത്ര ചെയ്യാം. കൂടാതെ നിലവിൽ യുകെ വിസ കൈവശമുള്ളവർക്കും യുകെയിൽ സ്ഥിരതാമസത്തിന് അനുമതിയുള്ളവർക്കും ഇലക്ട്രോണിക് ട്രാവൽ ഓഥറൈസേഷൻ എടുക്കേണ്ടതില്ല. യുകെ അതിർത്തി കടക്കാതെ വിമാനത്താവളം വഴി മാത്രം ട്രാൻസിറ്റ് ചെയ്യുന്നവർക്ക് പരിശോധന ആവശ്യമില്ല. യാത്രയ്ക്കായി ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ വിമാന ഷിപ്പിംഗ് കമ്പനികൾ യാത്രക്കാരന് സാധുവായ ETA ഉണ്ടോ എന്നത് ഡിജിറ്റലായി പരിശോധിക്കും. ETA ഇല്ലാത്തവർക്ക് യാത്ര നിഷേധിക്കപ്പെടും. ഇമിഗ്രേഷൻ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുമാണ് ഈ മാറ്റമെന്ന് ഹോം ഓഫീസ് വക്താവ് വ്യക്തമാക്കി. 2023 മുതൽ ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സന്ദർശകർക്ക് ആവശ്യമായ സമയം നൽകിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.